ഈ കംഫർട്ട് സോൺ എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും? പലരും പല രീതിയിൽ ഈ കംഫർട്ട് സോണിനെ കാണുന്നത്. പക്ഷെ ഇത് എത്രത്തോളം ഒരു വുമൺ പെർസ്പെക്റ്റീവിൽ ആസ് എ ഒരു വുമൺ, ഇപ്പൊ ഞാനിവിടെ ഒരു ജെൻഡർ ബയാസ് കാണിക്കല്ല, നമ്മൾ പറയുമ്പോൾ ഭയങ്കര വിഷയത്തെ എത്രത്തോളം ഇവർക്ക് ഇത് വർക്ക് ആവുന്നുണ്ട്. ചിലപ്പോൾ അവർ പഠിക്കുന്ന സമയത്ത് ദേ ആർ വെരി സ്മാർട്ട്. ഞാൻ എസ്പെഷ്യലി ലേഡീസിനെ പറ്റി അവർ പറഞ്ഞിട്ടുണ്ട്. അവർ ഭയങ്കര സ്മാർട്ടായിരുന്നു. അവർ കല്യാണം കഴിച്ചു, അപ്പോഴും അവർ ഭയങ്കര സ്മാർട്ടാണ്. പിന്നെ അവർക്ക് നോർമലി അവരൊരു ഡെലിവറി കഴിഞ്ഞു. പിന്നെ അവർ കുട്ടിക്ക് ഒരു വയസ്സാവട്ടെ, ഒരു 2 വയസ്സാവട്ടെ. പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ സോഷ്യൽ മീഡിയനെ നമുക്ക് 2 രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ വേണമെങ്കിൽ നമുക്ക് എന്റർടൈൻമെന്റ് പർപ്പസിന് മാത്രം ഒരു 90% ആൾക്കാരും ചെയ്യുന്ന പോലെ. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് കുറെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടാനുണ്ട്. അപ്പൊ ആ ഒരു പോസിറ്റീവ് രീതിയിൽ ഇപ്പൊ മണി മേക്കിംഗ് രീതിയിലേക്കൊക്കെ നമുക്ക് സോഷ്യൽ മീഡിയനെ ഉപയോഗിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അവിടെ മാത്രമേ ഒരു പോയിന്റ് ഉള്ളൂ. അല്ലെങ്കിൽ നമ്മൾ കൺസ്യൂമേഴ്സാ. എന്നോട് എൻ്റെ ഹസ്ബൻഡ് ആ സമയത്ത് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നീ വെറും ഒരു കൺസ്യൂമർ ആവല്ലേ, നീ ഒരു പിന്നെന്താ പറയാ ഏണർ ആവുന്നുള്ള രീതിയിൽ എൻ്റെ അടുത്ത് പറയാറുണ്ട്. അപ്പം നമ്മളൊക്കെ കൺസ്യൂമേഴ്സാ. കുറെ ആൾക്കാർ ലൈക്ക് നമ്മൾ റീൽസ് കാണുന്നു, കണ്ടുകൊണ്ടിരിക്കുന്നു, നമ്മളിതിങ്ങനെ കൺസ്യൂം ചെയ്യുന്നു, ഡയറക്റ്റ് നമ്മളിങ്ങനെ ഈ ഇൻഫർമേഷൻ കൺസ്യൂം ചെയ്യുന്നു എന്നല്ലാണ്ട് അതിൽ വെച്ചിട്ട് അതിൽ നിന്ന് എങ്ങനെ ഒരു മണി മേക്കിംഗ് സാധനം കൊണ്ടുവരാന്നുള്ളത് ആരും ചിന്തിക്കുന്നില്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സക്സസ് സ്റ്റോറീസ് കാണുന്ന ആൾക്കാരുണ്ടാവും. ശരിയാണ്, കുറെ ആൾക്കാർ ചിലപ്പോൾ പഠിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അവർ ചിലപ്പം ഈ ഒരു ഓൺലൈൻ ബിസിനസ്സിലൂടെ ചിലപ്പം സക്സസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. ഇവരുടെ ലൈഫ് കാണുമ്പോഴും ആൾക്കാരെന്താ വിചാരിക്കുന്നത്, ഹായ് ഇവൻ സക്സസ് ആയില്ല, എന്നിട്ട് ഇവര് പിന്നെയും വെറുതെ ഇരിക്കുകയാണ്, ഇവരൊന്നും ചെയ്യുന്നൊന്നുമില്ല. പക്ഷെ അവരുടെ സക്സസ് സ്റ്റോറീസ് നമ്മൾ കാണാന്നല്ലാണ്ട് അതിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ എടുക്കണം. അപ്പോൾ ഒരാളുടെ ഫെയിലിയർ സ്റ്റോറി നമ്മൾ കാണുമ്പോൾ അയാൾ തെറ്റ് ചെയ്തു, അപ്പോൾ അയാൾ ചെയ്ത തെറ്റുകൾ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ ഓക്കെ, ഇത് ഈ മിസ്റ്റേക്സ് നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ ഇയാളൊരു ഒരു സക്സസ് സ്റ്റോറിയിലേക്ക് എത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു പോക്കറ്റ് മണി ഉണ്ടാക്കാൻ ഒരു പണിയില്ല. സിമ്പിളായിട്ട് ഒരു പൈസ മുടക്കില്ലാണ്ട് നമുക്ക് ടീഷർട്ട് ബിസിനസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ വലിയ കാര്യത്തിൽ കാണും, ഈവൻ ആ വെബ്സൈറ്റ് പോയി ഒന്ന് സെർച്ച് ചെയ്ത് പോകാൻ നോക്കാനുള്ളൊരു മനോഭാവം കൂടി നമുക്ക് വരില്ല. അപ്പം ആ ഒരു മോഡിൽ നിന്ന് നമ്മൾ മാറാണ്ട് ഈ ഒരു ഇതിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് ആ ഒരു മടി എന്നുള്ള ഫാക്ടർ ഭയങ്കരമാണ്. നമ്മളൊരു കംഫർട്ട് സോണിൽ ഇങ്ങനെ ഇരുന്നിരുന്നിരുന്നിരുന്നിരുന്ന് ഇങ്ങനെ പോയി അങ്ങനെ തീരുന്നുള്ളൂ. ശരി, ഈ കംഫർട്ട് സോൺ എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും? പലരും പല രീതിയിൽ ഈ കംഫർട്ട് സോണിനെ കാണുന്നത്. കംഫർട്ട് സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമുക്ക് ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ്. ഇപ്പം നമ്മളൊരു എന്താ പറയുക ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് വേറൊരു കമ്പനിയിൽ നിന്ന് ഒരു ബെറ്റർ ഓഫർ വരുന്നു. അപ്പോൾ ഈ കമ്പനിയിൽ നിന്ന് നമുക്ക് പോകാൻ തോന്നുന്നില്ല. പോകാൻ തോന്നുന്നതിന് 2 റീസൺ ഉണ്ടാവാം. ഒന്നാമത്തെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആൾക്കാർക്കും, ഒട്ടുമിക്ക ആൾക്കാരുള്ളത് എൻ്റെ ഫ്രണ്ട്സൊക്കെ എവിടെയാണ്, എനിക്ക് കുറച്ചും കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ബെറ്റർ എവിടെയാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ. ഇപ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ നാട്ടിൽ വർക്ക് ചെയ്യുന്ന ആൾക്ക് പുറത്തൊരു ജോലി നല്ലൊരു ഓഫർ കിട്ടുന്നു. അപ്പോൾ ആൾ വിചാരിക്കുക എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നാടും വീടും വിടണം, അല്ലെങ്കിൽ എൻ്റെ ഉമ്മാനോ ഉപ്പാനെ കാണാൻ പറ്റില്ല, എൻ്റെ ഫ്രണ്ട്സിനെ കാണാൻ പറ്റില്ല. അതാണ് കംഫർട്ട് സോൺ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഹാബിറ്റിനെ കംഫർട്ട് ആക്കുന്ന ഒരു ഏരിയ ആണ്. നേരെ മറിച്ചിട്ട് ആളുടെ കംഫർട്ട് എന്ന് പറയുന്നത് അവിടുത്തെ വർക്ക് കൾച്ചർ ഇസ് നോട്ട് ഗുഡ്, എനിക്ക് ഇവിടുത്തെ വർക്ക് കൾച്ചർ ഇഷ്ടമാണ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ കമ്പനി തന്നെ സ്റ്റേ ആണെന്നുണ്ടെങ്കിൽ ആൾ കംഫർട്ട് സോണിലല്ല, ആൾക്ക് ഭയങ്കര ഗ്രോത്ത് ഉണ്ടാവും. പക്ഷെ നേരെ മറിച്ച് നമ്മൾ എനിക്ക് സംസാരിക്കാൻ ഇതാ സുഖം, അല്ലെങ്കിൽ എനിക്ക് എന്താ പറയുക ഞാനായിട്ട് നിൽക്കാൻ എൻ്റെ ഒരു എനിക്കിതിൽ ഇവിടെ ഈ ഒരു കംഫർട്ട് സോൺ അല്ലെങ്കിൽ ആ ഒരു സോണിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് പ്രത്യേകിച്ച് പുതിയതായിട്ട് കാര്യങ്ങളൊന്നും ചെയ്യേണ്ടി വരില്ല. അതാണ് നമ്മൾ കംഫർട്ട് സോൺ ആയിട്ട് പറയാം. കാരണം കംഫർട്ട് സോണിൽ പുറത്തെടുക്കുക എന്ന് പറയുമ്പോൾ ഓഫ് കോഴ്സ് നമ്മൾ അതുവരെ ചെയ്ത കാര്യങ്ങളൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കണം. അപ്പം നമ്മളിവിടെ കൂടുതൽ എഫേർട്ട് ഇടണം, അത് ആൾക്കാർക്ക് ഇഷ്ടമല്ല. അപ്പൊ പീപ്പിൾ വിൽ ബി സ്റ്റേയിങ് ലൈക്ക് ഓക്കെ ഞാൻ ഇവിടെ നിന്നോളാം, പ്രശ്നമൊന്നുമില്ലല്ലോ, എനിക്കിതൊക്കെ മതി, ആ ഒരു സാധനമാണ്. ഞാൻ കുറച്ചുകൂടി ഒരു വുമണിസ്റ്റിക് പെർസ്പെക്റ്റീവിൽ പോവാണെങ്കിൽ ഇപ്പോൾ പറഞ്ഞു ആളുകളുടെ മാറ്റങ്ങളെ പറ്റി പറഞ്ഞു, ചേഞ്ചിനെ പറ്റി പറഞ്ഞു. പക്ഷെ ഇത് എത്രത്തോളം ഒരു വുമൺ പെർസ്പെക്റ്റീവിൽ ആസ് എ ഒരു വുമൺ, ഇപ്പൊ ഞാനിവിടെ ഒരു ജെൻഡർ ബയാസ് കാണിക്കല്ല, നമ്മൾ പറയുമ്പോൾ ഭയങ്കര വിഷയത്തെ എത്രത്തോളം ഇവർക്ക് ഇത് വർക്ക് ആവുന്നുണ്ട്? അതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ എന്നോടത് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഒരു കറക്റ്റ് ആൻസറില്ല. കാരണം ഞാൻ പറയുമ്പം എനിത്തിങ് ഇസ് പോസിബിൾ ഫോർ എ വുമൺ എന്നൊരു അഭിപ്രായമുള്ള ഒരാളാണ് ഞാൻ കേട്ടോ. കാരണം ഈവൻ ഞാനിവിടെ രാത്രി 2 മണിക്കും 3 മണിക്കും 5 മണിക്കും ഒക്കെ ഇവിടെ യൂട്യൂബ് ലൈവ് എടുക്കുന്ന ഒരാളാണ്. പക്ഷേ എനിക്കതിൽ എന്താ പറയുക, ഞാനൊരു മാരീഡ് വുമൺ ആണ്, എനിക്കൊരു കുട്ടിയുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിലൊരു 90% എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലിയുടെ സപ്പോർട്ട് അതിനകത്തുണ്ട്. അപ്പം ഇപ്പോൾ എനിക്ക് തോന്നുന്നു ആസ് എ വുമൺ ഈ ആ ഒരാൾക്കൊരു നമ്മളിപ്പോൾ ഫെമിനിസം ഒക്കെ പറയുന്നുണ്ടെങ്കിലും കുറേ ആൾക്കാർ ഇതിൽ നിന്ന് പുറത്ത് കിടക്കാൻ ആഗ്രഹിക്കാത്ത ഒരാൾക്കാരാണ്. ഇപ്പോൾ കുറേ ആൾക്കാർ ഇതേപോലെ കല്യാണം കഴിയുന്നു, ചിലപ്പോൾ ഹസ്ബൻഡിന് എന്ത് ചെയ്യുന്നുണ്ടാവില്ല, ജോലിക്ക് പോകാൻ ഇഷ്ടം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഇപ്പം എനിക്ക് തോന്നുന്നില്ല എൻ്റെ ഹസ്ബൻഡ് അല്ലാണ്ട് ഒരുവിധ ആൾക്കാരൊന്നും എന്ത് ചെയ്യില്ല, ഇതേപോലെ രാത്രി 2 മണിക്ക് 3 മണിക്കൊക്കെ വീട്ടിൽ കയറി വരിക എന്ന് പറയുന്നത് ചിലപ്പോൾ ഓർക്കൊന്നും വലിയ താല്പര്യമില്ലാത്ത കാര്യമായിരിക്കും. പക്ഷേ ഇറ്റ്സ് ഓക്കെ മൈ ഹൗസ് എന്നുണ്ടെങ്കിൽ അത് ഇറ്റ് ഷുഡ് ബി ഓക്കെ അറ്റ് അതേഴ്സ് ഹൗസ് ടു. അപ്പം അങ്ങനെ അല്ലാത്ത കുറേ ആൾക്കാരുണ്ട്. അപ്പം ഈ ആസ് എ വിമൺ ഓർക്കൊരു അഡ്വാൻസ്മെൻറ്റ് വേണം, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് സൊസൈറ്റിയിലേക്ക് ഇറങ്ങണം, വലിയ നിലയിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ അതിൽ ഫാമിലിയുടെ സപ്പോർട്ടിന് ഒരു 90%
അപ്പോൾ അതില്ലാന്നുണ്ടെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് അവർ വിചാരിക്കുന്ന ഒരു സ്ഥലത്ത് ഈ അടുത്ത് എനിക്ക് മെസ്സേജ് അയച്ച ആൾക്കാരുണ്ട്, എനിക്ക് കല്യാണം കഴിഞ്ഞു, ഞാൻ ഇരുന്നു പോയി, എനിക്കിനി പഠിക്കണം എന്ന് പറയുന്ന ആൾക്കാർ. അപ്പോൾ ഇവരോട് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ കല്യാണം കഴിക്കുന്ന സമയത്ത് ആളോട് സംസാരിക്കുക. ലൈക്ക് ഞാനൊക്കെ അങ്ങനെ ഇരുന്നു കേട്ടോ, എൻ്റെ കല്യാണം കഴിക്കുന്ന സമയത്ത് ഞാൻ ചോദിച്ചിട്ടില്ല. നമ്മൾ ഈ കല്യാണം കഴിക്കുന്ന സമയത്ത് പറയും പഠിപ്പിക്കാം മറ്റേതൊക്കെ നമ്മൾ പറയും, ആഫ്റ്റർ ലൈഫിൽ മാറ്റം സംഭവിക്കുന്നുണ്ടോ? അത് നമ്മളോട് അവർ ഉറപ്പ് തന്നിട്ടുണ്ട്, നിങ്ങളെ ഞാൻ പഠിപ്പിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കാൻ പോകണോ. അപ്പൊ പിന്നെ നിങ്ങൾ ഓരോ അഭിപ്രായം നോക്കിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ കുടുംബം തെറ്റിക്കാൻ പറയല്ല. പക്ഷെ ഇപ്പൊ എന്നോട് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ പഠിച്ചോ, നീ എന്തായാലും ജോലിക്ക് പോകണം. അപ്പൊ ഇപ്പം ഇൻ കേസ് എൻ്റെ ഹസ്ബൻഡ് വന്നിട്ട് പറയണം നീ ഇനി മുതൽ ജോലിക്ക് പോകണം, ഞാൻ പറയും എന്തിനാ, നിങ്ങൾ എന്നോട് ഓൾറെഡി പറഞ്ഞ കാര്യമല്ലേ, നമ്മൾ പറഞ്ഞ് എഗ്രി ചെയ്ത കാര്യമാണ്, നീ ജോലിക്ക് പോയിക്കുക എന്നുള്ളത് ഓൾറെഡി നമ്മൾ പറഞ്ഞ് സെറ്റാക്കിയ കാര്യമാണ്. അതെന്തായാലും എനിക്ക് മാറ്റാൻ പറ്റില്ല. നമുക്ക് കുറച്ചും കൂടെ നമ്മളുടേതായ നിലപാട് ഉണ്ടാവുക എന്നുള്ളത് ഒരു ട്രൂത്താണ് കേട്ടോ. പക്ഷെ നിലപാട് കൊണ്ട് ഒരു കുടുംബം തകരാന്നുള്ളത് ഞാൻ പറയില്ല. പക്ഷേ അതെനിക്ക് തോന്നുന്നു നമുക്കൊരു നമ്മളുടേതായ നിലപാട് ഒരു കുടുംബം തകരാതെ തന്നെ നമുക്കത് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും. നമ്മളെ കാര്യങ്ങൾ കൺവേ ചെയ്താൽ മതി. അത് അതിൻ്റെതായ രീതിയിൽ ഒരാളടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ആ ഒരു പ്രശ്നങ്ങൾ കുറെയൊക്കെ ഇല്ലാണ്ടാവുന്നതാണ്. പിന്നെ വേറെ ഒരു കാര്യം ഞാൻ പലപ്പോഴും കണ്ടുവരും, ചിലപ്പോൾ അവർ പഠിക്കുന്ന സമയത്ത് ദേ ആർ വെരി സ്മാർട്ട്. ഞാൻ എസ്പെഷ്യലി ലേഡീസിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, ഭയങ്കര സ്മാർട്ടായിരുന്നു. അവർ കല്യാണം കഴിച്ചു, അപ്പോഴും അവർ ഭയങ്കര സ്മാർട്ടാണ്. പിന്നെ അവർക്ക് നോർമലി അവരൊരു ഡെലിവറി കഴിഞ്ഞു, പിന്നെ അവർ എനിക്ക് കുട്ടിക്ക് 1 വയസ്സാവട്ടെ, എനിക്ക് 2 വയസ്സാവട്ടെ, അതിന് അവർ വെയിറ്റ് ചെയ്യുന്നു. ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, 2 years ഗ്യാപ്പ്, ആ ഗ്യാപ്പിൽ അവര് സ്റ്റെക്കായി പോകുന്ന ആളുകളുണ്ട്. അപ്പൊ നല്ല പൊട്ടൻഷ്യൽ ആളുകളാണ്. അതായത് ഞാൻ എന്റെ ലൈഫ് വെച്ച് പറഞ്ഞുതരാം. അതായത് ഞാൻ ഇതേപോലെ 10 ഫുൾ A+ എടുത്ത കുട്ടിയാണ്. +2 എനിക്ക് 96% മാർക്കുണ്ട്, ഫുൾ A+ ആണ്. ഇത് കഴിഞ്ഞ് ഞാൻ ഡിഗ്രി കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് ഞാൻ പ്രഗ്നൻ്റ് ആയി. പിന്നെ ഞാൻ പഠിച്ചിട്ടില്ല. അപ്പോൾ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞ് മോന് 1 വയസ്സൊക്കെ ആയപ്പോഴേക്ക് ഞാൻ ഈ പറഞ്ഞ സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്. അതായത് ഐ വാസ് ലൈക്ക് കുട്ടീനെ നോക്കി വീട്ടിലിരിക്കുന്നു, രാവിലെ എണീക്കുന്നു, വീട്ടിലെ പണികൾ ചെയ്യുന്നു, കുട്ടീനെ നോക്കുന്നു, അവിടെ ഇരിക്കുന്നു. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ എനിക്ക് ചിലപ്പോൾ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആ സമയത്ത് എനിക്ക് മനസ്സിലായിട്ടില്ലേ ഇല്ല. പക്ഷേ എനിക്ക് ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ഒരു ആവശ്യത്തിന് ഒരു 100 രൂപ എൻ്റെ ഹസ്ബൻഡിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് എന്നെ കൊല്ലുന്നതിന് സമയമായിരുന്നു. അപ്പോൾ എനിക്കത് തീരെ ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ അത് ആ ഒരു തോട്ട് എപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ബട്ട് സ്റ്റിൽ എനിക്ക് എന്താ പറയുക, ആ ഒരു ഡ്രീമോ കുറേ സാധനങ്ങളോ എനിക്ക് ഉണ്ടായിരുന്ന കുറേ തോട്ടുകളോ ഒക്കെ ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. കാരണം നമ്മളെല്ലാവരും പറയലുണ്ട്, കാരണം നോർമലി പഠിക്കുന്ന കുട്ടികൾ പൊതുവെ എവിടെ എത്താറില്ല, പെൺകുട്ടികൾ അധികം കേട്ടോ. ഇതേപോലെ നന്നായിട്ട് പഠിക്കുന്ന കുറേ പെൺകുട്ടികളുണ്ട്, ഇവരധികം വീട്ടിൽ ഒതുങ്ങി കൂടുന്ന ടൈപ്പ് ആവാറാണ് സാധ്യത. അതിൻ്റെ റീസൺ ഇതാണ്, അവരൊക്കെ എനിക്ക് തോന്നുന്നു കുറേ കാലം അവർ കഷ്ടപ്പെട്ട് പഠിക്കുന്നു, പിന്നെ പെട്ടെന്ന് അവർ ഹസ്ബൻഡിൻ്റെ ചിലവിൽ ഒരു കംഫർട്ട് സോണിൽ എത്തുമ്പം അവരെന്താ പിന്നെ ഇവിടെ അങ്ങ് ഇരിക്കുക എന്നുള്ളൊരു തോട്ടിലെത്തുന്നതാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ, ഞാൻ അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തിട്ടില്ല. പക്ഷേ എൻ്റെ കേസിൽ ഇതേപോലെ ഞാനങ്ങനെ ഒരു കംഫർട്ട് സോണിൽ എത്തി ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഞാൻ ആക്ച്വലി എനിക്കൊരു എൻലൈറ്റ്മെൻറ്റ് ബോധോദയം എന്നൊക്കെ വരുമല്ലോ, അതെൻ്റെ ഒരു മോൻ്റെ ഒരു 1.5 വയസ്സായ സമയത്താണ്. ഐ വാസ് ലൈക്ക്, ഞാൻ എന്ത് ചെയ്ത് എനിക്കൊരു 5 രൂപേൻ്റെ മുട്ടായി വാങ്ങണമെങ്കിൽ ഞാൻ 100 രൂപ ഹസ്ബൻഡ് അല്ലെങ്കിൽ 5 രൂപ ഹസ്ബൻഡിനോട് ചോദിക്കണ്ടേ, അതെനിക്ക് തീരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് കേട്ടോ. എൻ്റെ മനസ്സിൽ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ, ഐ ഷുഡ് നീഡ് എ ജോബ്. അപ്പം പെട്ടെന്ന് ചിലപ്പോൾ എനിക്ക് മോനെ ഇട്ട് വെച്ചിട്ട് അല്ലെങ്കിൽ കുട്ടീനെ വെച്ചിട്ട് എനിക്ക് പോകാൻ പറ്റുന്ന വരില്ല. അതിപ്പം നമുക്കിതൊന്നും ചെയ്യാനില്ല. ലൈക്ക് ഇപ്പോൾ ഒരു കുട്ടീനെ പ്രസവിക്കണം എന്നുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് ആണുങ്ങൾക്ക് ഇതിനെക്കൊണ്ട് പറ്റില്ല. അപ്പോൾ പിന്നെ പെണ്ണുങ്ങൾ തന്നെ ഇതിന് ചെയ്യാന്നല്ലാണ്ട് അതിൽ നമുക്ക് വേറെ ഒരു ചേഞ്ചും വരുത്താനില്ല. അപ്പോൾ നമ്മൾ ഒരു കുട്ടീനെ പ്രസവിക്കാനോ അല്ലെങ്കിൽ ഇഫ് യു ആർ വില്ലിങ് ടു ഡെലിവർ എ ബേബി, ആ കുട്ടീനെ നോക്കാനും നമ്മൾ ബാധ്യസ്ഥരാണ്. കാരണം ഒരു കുട്ടീനെ നമ്മൾ വെറുതെ പോയിട്ടൊരു കുട്ടീനെ ഉണ്ടാക്കിയിട്ട് എന്നാൽ പിന്നെ നമ്മളെ പണിക്ക് പോവുക, അതെന്തായാലും ചെയ്യാൻ പാടില്ലല്ലോ. അപ്പോൾ നമുക്കൊരു കുട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് ആ കുട്ടീനെ നോക്കുക, നല്ല നിലയിൽ നോക്കുക എന്നുള്ളത് ഓഫ്കോഴ്സ് നമ്മളുടെ ബാധ്യതയാണ്. അപ്പോൾ അത് ഒഴിവാക്കാനും പറ്റില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇനീഷ്യലി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓൺലൈൻ ക്ലാസ്സസ് എടുക്കാൻ പറ്റും. കാരണം ആ സമയത്തൊക്കെ ആയപ്പോൾ കൊറോണ ടൈമിനാണ് എൻ്റെ ഡെലിവറി കഴിഞ്ഞ്. അപ്പോൾ ഓഫ്കോഴ്സ് എന്താണ് ഓൺലൈൻ ക്ലാസ്സസ് ഉണ്ട്. അപ്പം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോട് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, നമുക്ക് ആവശ്യങ്ങളുണ്ടെങ്കിൽ അങ്ങോട്ട് പോയി ചോദിക്കണം, അത് ആരും തരൂല. ഈവൻ ഇപ്പം എൻ്റെ ഹസ്ബൻഡിൻ്റെ കമ്പനിയുടെ എന്നോട് എല്ലാവരും ചോദിക്കുന്നത് എനിക്ക് നല്ല സുഖമല്ലേ ഹസ്ബൻഡിൻ്റെ കമ്പനിയിൽ ചോദിക്കും. ഞാൻ പറഞ്ഞു എന്താ ഇത്, ഹസ്ബൻഡിന് ഒരു കമ്പനി ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിൽ തന്നെ ജോലിക്ക് പോയിക്കൊള്ളുന്നില്ല. അപ്പോൾ ഞാൻ ഇത്രയും കാലം എനിക്ക് തോന്നുന്നു ഇതുവരെ എവിടെ എത്തിയിട്ടില്ലെങ്കിലും ഇതിലൊന്നും എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു കൈ പോലും ഇല്ല. അതായത് ആൾ എനിക്കിപ്പോൾ ഈവൻ ഒരു CV പോലും ഉണ്ടാക്കി തന്നിട്ടില്ല. അപ്പോൾ ആൾ എന്നെ ഒരു ഭയങ്കരമായിട്ട് നീ ഒറ്റക്ക് എല്ലാം കണ്ടുപിടിക്കണം എന്നുള്ള രീതിയിൽ എന്നെ ഒന്ന് മുന്നോട്ട് കൊണ്ടുപോയ ആളാണ്. ഞാൻ ആളോട് ഭയങ്കര താങ്ക്ഫുൾ ആണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഞാനിങ്ങനെ കുട്ടി ഉണ്ടായ സമയത്ത് ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈൻ ക്ലാസ്സസ് എടുക്കാൻ തുടങ്ങി. അപ്പം എനിക്ക് അവരുടെ ചെറിയ പൈസ കിട്ടുന്നുണ്ട്, പക്ഷെ എൻ്റെ ആവശ്യങ്ങൾ കഴിയുന്നുണ്ട്. കാരണം ഞാൻ വീട്ടിൽ തന്നെ നിൽക്കുന്ന ഒരാളായതുകൊണ്ട് എൻ്റെ ആവശ്യങ്ങൾ കഴിയും. അപ്പോൾ കുറച്ചുകൊണ്ട് കഴിഞ്ഞപ്പം ഒരു മോനൊരു 1.25 വയസ്സൊക്കെ ആയ സമയത്താണ് ഞാൻ വേറൊരു കമ്പനിയിലേക്ക് വെറുതെ ഒരു വാക്കൻസി കണ്ടപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്നാൽ പിന്നെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. അങ്ങനെ ഞാൻ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ അവരെന്നെ വിളിക്കുന്നു. അങ്ങനെ ഞാൻ വാസ് ലൈക്ക് എന്നാൽ പോവാം. അപ്പോൾ ഞാൻ വീട്ടിൽ പറഞ്ഞ സമയത്ത് ഹസ്ബൻഡിൻ്റെ ഉമ്മ എന്നെ കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആളെന്നോട് പറഞ്ഞു ഇനി പോക്കോ ഞാൻ നോക്കിക്കോളാം മോനെ എന്നുള്ളത്. പക്ഷെ ആ ഒരു
സാധനം ഇല്ലാത്ത ഒരാൾക്ക് ഇത് എങ്ങനെ വർക്കൗട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇപ്പം കുറേ ഇതുണ്ട് കേട്ടോ, അതായത് ഡേ കെയർ ഉണ്ട്, നമുക്ക് ഡേ കെയറിലാക്കാം, അങ്ങനത്തെ ബേബി സിറ്റിങ്ങിന് ആൾക്കാരെ കിട്ടുന്നുള്ളതൊക്കെ ഒരു പോയിന്റാണ്. പക്ഷെ എനിക്ക് ഓഫ് കോഴ്സ് ഉമ്മ ആ സമയത്ത് തന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഉമ്മ എന്നോട് പറഞ്ഞു ഞാൻ നോക്കിക്കോളാം, നീ പൊക്കോ. അപ്പോൾ ഇനി രാവിലെ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ അങ്ങനെ ജോബ് ഓഫർ ആക്സെപ്റ്റ് ചെയ്യുന്നു, അങ്ങനെ കമ്പനിയിൽ കയറുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇത് തുടങ്ങുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് കരിയർ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ ഓഫ് കോഴ്സ് ഞാൻ ഇവിടെ ഒന്നും എത്തൂലായിരുന്നു, ഉറപ്പത്. അപ്പോൾ ആ ഒരു, അതായത് നമ്മൾ ആ തോട്ട് വരുന്ന മൊമെൻറ്റിൽ എങ്ങനെ ആക്ട് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും. അപ്പം അതിൽ കുറേ ഫാക്ടേഴ്സ് ഉണ്ട്, സൊസൈറ്റിയുടെ കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. ഇത് പറയുമ്പോൾ തന്നെ നമുക്ക് താഴെ നല്ല പൊങ്കാല വരും, ഫെമിനിസം അത് ഇത്. പക്ഷെ അതിലൊന്നും ഞാൻ എതിരല്ല. പക്ഷെ ഫെമിനിസം ഈസ് എ ഡിഫറെൻറ്റ് ആസ്പെക്ട്, ലൈക്ക് നമുക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നൊരു സാധനമേ അല്ല അത്. ലൈക്ക് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഇപ്പം കുട്ടീനെ പ്രസവിക്കുക ഒരിക്കലും ഒരു ആണിന് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പോൾ പിന്നെ അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. നമ്മൾ ഇപ്പോഴും മനസ്സിലായതൊക്കെ നമ്മുടെ മൈൻഡ് സെറ്റാണ്. അതെ, ഓഫ് കോഴ്സ്. കാരണം ഇപ്പം ഞാൻ പണ്ട് പ്രിയങ്ക ചോപ്ര പറഞ്ഞൊരു കാര്യം കേട്ടിട്ടുണ്ട്, അതായത്